ഹായ് എല്ലാവർക്കും ടോണിച്ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ആർദ്രം ഇന്റീരിയലിന്റെ ഫുൾ ഫിനിഷിംഗ് കഴിഞ്ഞ ഒരു വീടിന്റെ വർക്കാണ്. അപ്പൊ നമ്മൾ അതിനായിട്ട് നമ്മളവിടെ വാർഡ്രോബ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഷീറ്റിൽ മൈക്ക് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനായിട്ട് ഫുൾ ഷീറ്റ് മൈക്കായാണ് നമ്മൾ ഒട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫുൾ ഷീറ്റ് മൈക്ക് ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്രസ് ചെയ്യിച്ചെടുക്കാറാണ് പതിവ്. നമ്മൾ ഫുൾ ഷീറ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ കൂടുതലും ബബിൾസ് ഒക്കെ വന്നിട്ട് ഡാമേജ് ആയി പോകാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നർ മൈക്ക് ഒട്ടിക്കുമ്പോഴത്തെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഇന്നർ മൈക്ക് നമ്മൾ ഫുൾ ഷീറ്റ് ഒട്ടിക്കുന്നത് കണ്ടോണം. പ്ലൈവുഡിലും മൈക്കയിലും നമ്മൾ പശ തേച്ചതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു എഡ്ജ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പതിയെ വിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ആ താളം തെറ്റി കഴിഞ്ഞാൽ മൊത്തത്തിൽ ചൂറിൻ്റെ കൂടി നാശകോശമായി പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണത്. അപ്പം നമ്മളത് വളരെ ഫിനിഷിംഗ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെയാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെയർ കേസ് വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് സ്ക്വയർ പൈപ്പിൽ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലൈവുഡ് അടിച്ച് ഫുള്ള് പെയിന്റ് ചെയ്തെടുത്തേക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു പാർട്ടീഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഗ്രേ കളർ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഫിനിഷിംഗ് പെയിന്റ് കൂടെ അടിക്കാനുണ്ട്. വുഡ് ഡിസൈനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കിച്ചണിലോട്ട് കയറാൻ പോകുന്നത്. കിച്ചണിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വർക്ക് ഏരിയയിലോട്ട് കയറിയതിനു ശേഷമാണ് കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലും ചെറിയൊരു ബെഡ് അടിച്ചിട്ടുണ്ട്. ബെഡിൽ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് കിച്ചണിലോട്ട് കയറിയിരിക്കുന്നത്. കിച്ചൺ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്കാണ് കയറുന്നത്. ഹാളിൽ ഒരു വാഷ് ബേസിലേക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഒരു പാർട്ടീഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും നമ്മൾ ബെഡ്റൂമിലേക്കാണ് കയറാൻ പോകുന്നത്. ബെഡ്റൂമിൽ നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മോഡലിലേക്കാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ 2-3 റൂമിൽ പ്രത്യേക രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ചില റൂമിൽ നമ്മൾ ടോപ്പിൽ ടച്ച് ചെയ്യത്തക്ക രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മുകളിൽ വേറെ ബോക്സ് കയറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി കളർ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫുൾ ലാമിനേറ്റഡ് ഷീറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡ് ഡിസൈൻ വരത്തക്ക രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഈ വാർഡ്രോബിനൊക്കെ ലോങ് ലൈഫ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ബാക്ക് ഷീറ്റ് കൊടുത്തിരിക്കുന്ന പ്ലൈവുഡ് തന്നെയാണ്. 3/4 ഇഞ്ച് പ്ലൈവുഡ് തന്നെയാണ് ബാക്ക് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇന്നർ മൈക്ക് നമ്മൾ ആദ്യം കണ്ടില്ല, ഇന്നർ മൈക്ക് ഒട്ടിക്കുന്നത്. ഇന്നർ മൈക്ക് ഒട്ടിച്ചാണ് ബാക്ക് ഷീറ്റ് കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറൈൻ പ്ലൈവുഡ് ആയതുകൊണ്ട് തന്നെ ലോങ് ലൈഫ് കിട്ടും എന്നുള്ളത് കാരണം ഫുൾ ഗ്യാരണ്ടിയാണ്. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹാൻഡിലെല്ലാം ഫുൾ എസ്എസിന്റെ ഒറിജിനൽ എസ്എസിന്റെ തന്നെ ഹാൻഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക്ക് സിസ്റ്റം എല്ലാം എപ്കോയുടെ കമ്പനിയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഗ്യാരണ്ടി ഉള്ള കമ്പനിയുടെയാണ് ലോക്ക് സിസ്റ്റം എല്ലാം. സാധാരണ വാർഡ്രോബിനെ അപേക്ഷിച്ച് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിനാണെങ്കിൽ ഇന്നർ സ്പേസ് ഒരുപാടുണ്ട്. മാത്രമല്ല എക്സ്ട്രാ ഡ്രോയർ ഉണ്ട്. അതുമല്ല ഹിഡൻ ഡ്രോയർ വരെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൽ നമ്മൾ ഈ കാണുന്ന അകത്ത് കാണുന്ന ഒരു ഡ്രോയർ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ അതിന്റെ അടിയിലോട്ട് നമ്മളൊരു ഹിഡൻ ഡ്രോയർ ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ലോക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്പേസ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ നമുക്ക് സ്പേസ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള തുണികളും മറ്റു സാധനങ്ങളും എല്ലാം വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം നല്ല രീതിയിലും നല്ല പാറ്റേൺ കളർ പാറ്റേണിലും ഒക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള അടിപൊളി ഡിസൈനിലൊക്കെ നമ്മുടെ വീടുകളിലും ഇന്റീരിയൽ വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിക്കൂ. ആർദ്രം ഇന്റീരിയൽ. നമ്മുടെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.